പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ ആധാരം എഴുതി കയ്യിൽ മേടിക്കുന്നില്ലേ. എന്റെ മക്കളാണ് സത്യം. തിരിച്ച് വീട് ഞാൻ കാണിക്കില്ല. മോനെ ദാമോദര. അതെ, മരുമകന് അമ്മായി അച്ഛനോടുള്ള കടമയും കടപ്പാടും ഈ തിരുവമ്പാട്ട തറവാട്ടിൽ വെച്ച് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. വരിക. ആ വന്നൂലോ. എന്താ ഇത്ര വൈകിയെന്ന് ഇരിക്കായിരുന്നു. മാസാമാസം ഒരു കോമരത്തുള്ളു പതിവുള്ളാണല്ലോ. ഇത്തവണ അളിയനുണ്ടല്ലോ. എന്ത് പറ്റി? കുറുന്തോട്ടി കഷായം കഴിച്ച പോലെ. ഇൻഹെറിറ്റൻസ് ഡീഡ് എന്താണെന്നറിയോ? ഒരു പിടിയില്ല. വടക്കേ പറമ്പിലെ സ്വത്തിനിപ്പോ എന്റെ മക്കളടക്കം മൊത്തം 48 അവകാശികളാണ്. സമർത്ഥനായ ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയാ ഞാൻ വരുന്നത്. ഒസ്യത്തിൽ സൂത്രപ്പണി കാണിച്ച ഈ ഫോട്ടോയിലിരിക്കുന്ന അധികാരി അത് മുഴുവൻ കൈവശപ്പെടുത്തിയത്. അധികാരിയുടെ പ്രമാണിത്വം ചമഞ്ഞ് പുറമ്പോക്ക് നിലത്തിന് പോലും കള്ളാധാരം ഉണ്ടാക്കിയ ആളായത്. മരിച്ചവരെങ്കിലും വെറുതെ വിട്ടൂടെ? സ്വന്തം ചോരയെ പറ്റി പറഞ്ഞപ്പോ നൊന്തുവല്ലേ. ആവും കാലം നല്ലത് ചെയ്തെങ്കിലല്ലേ ചാവും കാലം വല്ലതും ഓർക്കാൻ പറ്റുള്ളൂ. ഇനി ഏതായാലും നിങ്ങൾ അളിയന്മാർ തമ്മിൽ ഒരു ധാരണയിലെത്ത്. ഞാനിപ്പ വരാം. മരുന്ന് നിറച്ച് തിരികൊളത്താൻ കുറേ കതിന കുറ്റികൾ. ഇതൊക്കെ വെറും സാമ്പിൾ സാമ്പിൾ മാത്രം. വെടിക്കെട്ട് പണി അയാൾക്ക്. കണ്ടു ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ. അല്ല, ഇതാര് ദാമു? പൈക്കളെ ശ്ലോകം പഠിപ്പിക്കേ. കള്ള പയ്യായത്. ശ്ലോകം കെട്ടില്ലേ ഇവള് ചൊരത്തില്ല. ശീലായിപ്പോയി അല്ലേ ലക്ഷ്മിക്കുട്ടി? തിരുവമ്പാട്ടക്കാര്യസ്ഥന് എന്നു മുതല കറവക്കാരനായത്. നായ്ക്കോലം കെട്ടി ഇനി കൊരയ്ക്കാം അല്ലേ നമ്മളെ? ആട്ടെ, എന്താ വൈകിയത്? ഞാൻ ഇന്നേം കൂടി മേനോട് പറഞ്ഞോളൂ, നമ്മുടെ ദാമു വെളിച്ചപ്പെടേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന്. കളിയാക്കണ്ട, ഇക്കുറി തയ്യാറെടുപ്പോട് തന്നെ വന്നിരിക്കും. കാര്യമൊന്നുമില്ലേലും കാര്യസ്ഥന്റെ കിരീടം ചൂടാൻ ആ ഒരു ഭൂമിയേ ഉള്ളൂ. അത് നായ്ക്ക് നരിക്കും ഇല്ലാണ്ടാക്കണോ? തനിക്കിനി എന്തിനാ നിലവും കൃഷിയും? തറവാട്ടിന് ലക്ഷണമൊത്തൊരു വട്ടൻ ചെക്കനെ കിട്ടിയിരിക്കല്ലേ. ഇനി അവന്റെ പാപ്പാനായിട്ട് അങ്ങനെ കഴിഞ്ഞാ മതി. എന്താ എന്ത് പറ്റി ദാമു? പറ്റിച്ചോ? തള്ളപ്പയ്യന്റെ അകിട് നോക്കി ആർത്തി പൂണ്ട് നിൽക്കണം അതിന്റെ മുമ്പില്. താനല്ലാതെ വിശ്വസിച്ച് കുഞ്ഞിക്കുവോ? വിഴിഞ്ഞോ? കലങ്ങി. ഇന്നീ കണ്ടതടിക്കു വിനാശവും. ഓ, കുഞ്ഞുമേനോ പള്ളിയോർക്കത്തിലാണോ? നന്നെ കണ്ടല്ലോ. ഈ രൂപത്തിന്റെ വാലേതാ തലേതാന്ന് അറിയാത്ത കുഞ്ഞോ കുഞ്ഞോ എന്താ തുറച്ചു നോക്കണത്? പിന്നെ അറിയോ, ഈ കുറി കളിക്കാനുള്ള എല്ലാ കരുക്കളുമായിട്ടാ വന്നിരിക്കുന്നത്. ഇൻഹെറിറ്റൻസ് ഡീഡ് എന്താണെന്ന് അറിയോ? അറിയാം. പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം ജന്തുശാസ്ത്രത്തിൽ ചിമ്പൻസി, കുരങ്ങുകൾ എന്നീ മൃഗങ്ങൾക്ക് മനുഷ്യനോട് വളരെയേറെ രൂപസാദൃശ്യമുണ്ട്. വലിപ്പമുള്ള ശൂന്യമായ തലയോട്, മുന്നോട്ട് തള്ളി നിൽക്കുന്ന തുറച്ച ഉണ്ട കണ്ണുകൾ, ഇടുപ്പല്ല്, നട്ടല്ല്, താടിയല്ല്, ഇവയിലാണ് കൂടുതൽ സാമ്യത. ദൈവമേ, വീണ്ടും ഇളകിയോ? എടാ കുഞ്ഞു, ശരിയാ, എനിക്കെന്താ പറ്റി? ഇന്നെന്താ ദിവസം? ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. ഓയ്യോ, എന്റെ ഗുളിക ഞാനത് കഴിക്കാൻ മറന്നു. ഇന്നലെ ഗുളിക മുളയ്ക്കാൻ വേണ്ടി ആനപ്പിണ്ടത്തിൽ ഐസിട്ട് വെച്ചതാ. എവിടെ പോയത്? അയ്യേ, എന്താ ഇത്? കാലത്തന്നെ എന്റെ മുമ്പിൽ ഉടുതുണിയിലാണ്ടോ വന്നേക്കുന്നത്? കണ്ണുണ്ട്. ഞാൻ ഗുളിക കഴിച്ചില്ല. കുക്കു ചേച്ചി, ഇതോടി. ഇതൊരു ശല്യായല്ലോ. എനിക്ക് വയ്യ. പ്ലീസ് കുക്കു ചേച്ചി. തനിച്ചങ്ങോട്ട് ചെയ്താൽ എന്താ? എല്ലാത്തിനും ഞാൻ വേണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? സംശയം ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നില്ല. അതെന്താന്ന് പറഞ്ഞു കൊടുത്താലേ? എനിക്ക് വയ്യ. ദേ, ഒന്ന് വെച്ചെന്നാലുണ്ടല്ലോ. പെണ്ണാ നീ. അഹമ്മദ് ഇത്തിരി കൂടുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി,
എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അവധി ദിവസമായ ഇതുങ്ങളെ കൊണ്ട് തലവേദനയാ. ദേ സേതി ചേച്ചി വിളിച്ചിരുന്നു. എന്താ കാര്യം? പട്ടാമ്പിക്കാര് പിന്മാറിയത് ജാതകദോഷം കൊണ്ടല്ലാത്രേ. പിന്നെ നമ്മുടെ കുഞ്ഞുവിന്റെ കാര്യം അവരെങ്ങനെയാ അറിഞ്ഞിരിക്കണോ? അസുഖം പാരമ്പര്യമാണോന്ന് അവരുടെ സംശയം. നമ്മുടെ മക്കളുടെ ഭാവി ആലോചിക്കുമ്പോഴാ. നീ എന്ത് മണ്ടത്തറ പറയുന്നേ? അവൻ അസുഖം ഉണ്ടായത് എങ്ങനെയാന്ന് നിനക്ക് നല്ലപോലെ അറിയണതല്ലേ? എനിക്കറിയാം, പക്ഷെ നാട്ടുകാരുടെ നാവടക്കാൻ പറ്റുമോ? തറവാട്ടിന് ഒരു പേരുദോഷം ഉണ്ടായ ബാധിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കാ. അത് ഓർത്താ മതി. താഴ്ത്താരാ വന്നിരിക്കുന്നേ? ദാമു, ഇത്തവണ എന്തോ കോടതി നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. മറ്റാരുമല്ല, നിങ്ങളുടെ പെങ്ങന്മാര് തന്നെയാ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് വിടുന്നത്. പട്ടി കുറച്ച ആകാശം വീഴുപടി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ അച്ചായന്റെ കാര്യം ഇപ്പൊ ഇത്തരത്തിലായത്. എന്തിനാ കൂടെ കൂടെ തിരുവനന്തപുരത്ത് പോകുന്നെന്ന് വല്യച്ഛൻ ചോദിച്ചു. നമ്മുടെ വക്കീല് പറയണ പോലെ കേസും കോടതിയൊന്നും ഇല്ലാതെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചൂടെ? രൂപ ചില്ലറയൊന്നും അല്ലല്ലോ, 40 ലക്ഷമല്ലേ? കൂട്ടുകച്ചവടത്തിൽ നെറിയേട് കാണിച്ചാ തെണ്ടിയല്ലേ? ഇനിയിപ്പൊ ഞാൻ അവന്റെ കോണം വീണ്ടും പോയി കഴുകണോ? എന്തിനാ വാശി? കച്ചവടത്തിൽ അയാൾക്കുള്ള പിടിപ്പും തന്ത്രവും നിങ്ങൾക്കുണ്ടോ? പക്ഷെ ആ ചെറ്റക്കില്ലാത്ത ഒന്നുണ്ട്, തറവാടിത്തം. ഇന്നത്തെ യാത്ര കൊണ്ട് അവൻ അറിയും തിരുവമ്പാട്ട സുധാകരമേൻ ആരാണെന്ന്. ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എത്തിയാലുടനെ ഫോൺ ചെയ്യാൻ മറക്കണ്ട. എന്താ മോനെ പെട്ടെന്നൊരു യാത്ര? കുഞ്ഞൂടെ അകത്തുണ്ട്. നായ ഓടിയിട്ട് കാര്യമില്ല, നായക്ക് നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ അവന്റെ കാര്യം. കളിച്ചു നടക്കാതെ അവനോട് കമ്പനിയിലേക്ക് ചെല്ലാൻ പറയും. എന്താടാ? വലിയേട്ടനൊന്ന് കാണാൻ വന്നതാ. കണ്ടല്ലോ. അല്ല, ഒന്ന് സംസാരിക്കാൻ വന്നതാ. സംസാരിക്കാണല്ലോ. അത് പിന്നെ എനിക്കറിയാം, നിന്നെ കൊണ്ട് ചുടിയോറ് വാരിക്കുക എന്റെ കൂടപ്പിറപ്പുകള്. വക്കീലാണെന്നാ തോന്നണേ. വൈകിക്കണ്ട, രാഘാലത്തിന് മുമ്പ് പുറപ്പെട്ടോളൂ. ദാ നെല്ല് താഴെ പോവാൻ നോക്കണം. കേറാൻ നിൽക്കണ്ട. ഇപ്പൊ പുറപ്പെട്ട നമുക്ക് രാത്രിക്കുള്ളിൽ തിരുവനന്തപുരം പിടിക്കാം. ഇവിടെ വരെ വന്നിട്ടൊന്ന് അമ്മയെ കാണാണ്ട് പോയാലേ. ഞാനിവിടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി താനായിട്ട് ചോദ്യത്തിന് അവസരം ഉണ്ടാക്കണ്ട. കേറ്. 12 ഇവിടെ. അപ്പൊ തനിച്ചല്ലല്ലോടോ കൈമളെ? വന്ന് കേറിയ വല്ലതും കഴിച്ചിട്ട് പോയ ശീലക്കാരനാ വക്കീല്. ഇന്ന് എന്താ നടക്കട്ടെ നടക്കട്ടെ, നോക്കി നിൽക്കാതെ അളന്നു കൊടുക്കണോ? എണ്ണം തെറ്റി. എത്ര ഭഗവാനുള്ളതല്ലേ, എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കണമെന്നില്ല. കേട്ടോ ഇങ്ങനെ ഭഗവാന് നേദ്യത്തിനുള്ള വിഹിതം കാരണവന്മാരായി നേടിയെടുത്തൊരു അവകാശ ഇതുവരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇനി മുടങ്ങുമെന്നാ എന്റെ പേടി. ഒക്കെ തേവര് കാത്തോളിന്റെ പെണ്ണെ ഇവിടെ ഇരിക്കാം. ഓ, വെടിക്കെട്ടുകാരൻ എന്തിനുള്ള പുറപ്പാടാണാവോ? കണ്ടില്ലേ, സ്വന്തം ആസനത്തിൽ തന്നെ തിരികൊളുത്തിയാ വന്നിരിക്കുന്നത്. പരിഹസിക്കണ്ട. നീതിപൂർവം കിട്ടാനുള്ള ബോധപൂർവം മറന്നാൽ ബുദ്ധിപൂർവം അത് നേടിയിട്ടേ തവൂ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താണാവോ? ഈ സാധനം ഇവിടെ വെക്കുന്നു. മ്യൂസിയക്കാർക്ക് പോലും വേണ്ടാത്ത ഈ പുരാവസ്തുവിനെ ഞങ്ങൾക്ക് എന്തിനാ? ഒരു ഉറപ്പിന് ആധാരം എന്ന് എന്റെ കൈ കിട്ടുന്നുവോ അന്ന് ഞാൻ വന്ന് തിരിച്ചെടുത്തോളാം. അപ്പോ എല്ലാവരോടും ആയിട്ട് ഗുഡ് ബൈ. നേരം പോക്കാവും. ആവാൻ വഴിയില്ല. അയ്യോ, അത് മാവാടാ, അതായിരിക്കുന്നു. കാണണ്ടേ? വല്യേട്ടന് ഒരു ദിവസം മാറിക്കിട്ടിയിലുള്ള സന്തോഷ. അതിപ്പോ കുഞ്ഞുവിന് മാത്രല്ല, ഇവിടെ എല്ലാവരും നേരാവണ്ണം ശ്വാസം കഴിക്കുന്ന ഇപ്പോഴാ. ഇവന്റെ അച്ഛനുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മുന്നേ ചെന്ന് സംസാരിക്കാൻ പേടി എല്ലാവർക്കും. ആ ഗാംഭീര്യം ലക്ഷണവും അതേപടി എന്റെ സുധാകരന് കിട്ടിയിട്ടുണ്ട്. സോറി, ജാനിയമ്മയുടെ പഴംപുരാണം കേട്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. ആ ഇതെങ്ങടാ? അല്പം ധൃതിയുണ്ട്. എടാ കുഞ്ഞു, നീ ചായ കുടിച്ചിട്ട് പോടാ. കുഞ്ഞച്ചാ,
ഞാൻ ഇതെവിടെ വയ്ക്കും? നിന്റെ തലയില അവിടെ നീങ്ങിരുന്നേ. ഇതിന്റെ താക്കോൽ എവിടെ ഒളിപ്പിച്ചാലും ഇന്ന് നീ ഇത് കട്ടെടുക്കുന്ന എനിക്കറിയാം. ഇവിടെ മൂളാൻ പോലും പാടില്ലെന്നല്ലേ വല്യേട്ടന്റെ കൽപ്പന? അത് മറന്നുവോ? എന്താ ഒന്നും മിണ്ടാത്തെ? നീ ആരാ? വായില്ല കുന്നിലപ്പനോ? അപശ്രുതിയും അവതാളവും രണ്ടിനെയും ഒരുമിച്ച് തന്നെ കെട്ടിയെടുത്തല്ലോ. അല്ല, എന്താ ധരിച്ചിരിക്കണേ? സംഗീതത്തെ തിരുവമ്പാട്ട് പത്തായപ്പുരലിട്ട് പൂട്ടാന്നോ? ആണോ? ആ, ഇതിപ്പം വാദി പ്രതിയായോ? ഞാൻ പാടും, മതി മറന്ന് പാടും. പ്രകൃതിയിലെ സർവചരാചരങ്ങളും എനിക്ക് താളമിടും. ഒപ്പം വെല്ലിച്ചനും. എന്താ സംശയം ഉണ്ടോ? മെന്നെ ഞാനോ? ആ. ഇവന്റെ ഒരു കുന്ത്രാണ്ടത്തിനും ഇനി എന്നെ കിട്ടില്ല. അവിടെ പോയി മോളെ. അമ്പലവും ആൽത്തറയും വയലേല ചിന്തുകളും, അമ്പലവും ആൽത്തറയും വയലേല ചിന്തുകളും വീണമിട്ടി നെഞ്ചിൽ വീണമിട്ടി. പട്ടു ചുറ്റി പൊട്ടും തൊട്ട് പവിഴമാല മാറിലിട്ട് കാർവണ്ടിന് വിരുന്നൊരുക്കി കണ്ണാന്തളി ഹായ് ഹായ് കണ്ണാന്തളി കണ്ണാന്തളി ഹായ് ഹായ് കണ്ണാന്തളി. സത്യം പറഞ്ഞ താനൊരു മരമണ്ടനാ. കള്ളു കച്ചവടത്തിൽ കുതികാല് വെട്ടും കുതന്ത്രമൊക്കെ സർവ്വസാധാരണയാ. പരിചയമില്ലാത്ത ഫീൽഡായതുകൊണ്ടാ പുറകെ നിന്ന് കൊണ്ടപ്പോ ഇത്രയും നൊന്തത്. ഇനി അത് ശീലായിക്കോളും. അതെ, ഞാൻ മണ്ടൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ തന്നെ വിശ്വസിച്ച് ഇത്രയും പണം ഇറക്കിയത്. എന്നിട്ടോ എന്റെ റേഞ്ചിൽ ബിനാമി വെച്ച് താൻ ലേലം പിടിച്ചു. നാണവും മാനവും ഇല്ലാതെ അതിനിപ്പോ ഒരു ന്യായീകരണവും. സുധാരേട്ടാ, ഇമോഷണൽ ആവാതെ കാര്യം എന്തായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒക്കെ താൻ കേട്ടില്ലേ? ഇയാൾ എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കായിരുന്നു. ഉപ്പും കർപ്പൂരം തിരിച്ചറിയാത്തവൻ കള്ളു കച്ചവടത്തിൽ വന്ന ഇത് തന്നെ സ്ഥിതി. ചതിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യേ, മറ്റൊരു ചതിക്കുഴി വെട്ട് എന്നെ വീഴ്ത്താൻ. യുക്തിയും ശക്തിയും കൊണ്ടാണ് കള്ളു കച്ചവടത്തിൽ ആണത്തം കാണിക്കേണ്ടത്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ നാവിട്ടടിച്ചോണ്ടല്ല. എന്റെ അമ്മയുടെ ഒരു ആണത്തം. ഇതിലും ഭേദം സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത് പണം ഉണ്ടാക്കലാണ് അച്ഛൻ. തെമ്മാടിത്തരം പറഞ്ഞാലും നിന്നെ ഞാൻ സുധാരേട്ടാ, എന്താ ഇത്? വക്കീലേ, തറവാടിത്തം ഇല്ലാത്ത ഈ തെണ്ടിയിലെടുത്ത് ഒരു കോംപ്രമൈസിനും ഞാനില്ല. എനിക്കറിയോ, ഇവനെ പോലെ തന്തയില്ലായ്മ കൊണ്ടോ ചതി കൊണ്ടോ അല്ല, നല്ല അന്തസ്സോടെ ഞാൻ ഉണ്ടാക്കിയ മുതലാ കച്ചവടത്തിൽ ഇറക്കിയത്. അന്തസ് കാരണവന്മാരുണ്ടാക്കി എച്ചിക്കാശ് കൊണ്ട് അവൻ പുതുപ്പണക്കാരനാ വന്നിരിക്കുന്നു. ഒരു തറവാടി. അതേടാ, എന്റെ കാശിന് സത്യം ഉണ്ടെങ്കിൽ അത് ഏത് കോടതി കയറിയിട്ടായാലും പലിശ അടക്കം നിന്നോട് ഞാൻ തിരിച്ചു വാങ്ങിക്കും. നീ നോക്കിക്കോ. തിരുവമ്പാട്ട് സുധാകരമേനു ഒരു തന്തയുള്ളു, അതുപോലെ ഒരു വാക്കും. വാടോ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ തരില്ല എന്ന് പറഞ്ഞാ, പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു. ഇതെന്താ സാധനം? 2 തുള്ളി അകത്ത് തന്നാ മതി. വയറിളകി വൻകുടലും ചെറുകുടലും പുറത്തു വന്ന് അപ്പോൾ അയ്യോ, പണ്ടാരം മടിയാവോ? ഏ, ഇതെങ്ങനാ ചോറ് കുഴച്ചു? എന്തിനാ വെറുതെ ചോറ് വേസ്റ്റ് ആക്കണേ? ദാ, ഇതും തുറന്നേ. കണ്ട, നീ തടച്ചേ. ആളിപ്പോ പല്ലേക്കാൻ വരുമല്ലോ. അല്പത് ദാവി തൊട്ടാ മതി. എന്ത് സംഭവിക്കും? കുടല് പുറത്തു വന്ന് അപ്പോൾ കീറും. ഗുരുവായൂരപ്പാ, ഇനി ഈ വിളിക്ക് ഇത്രേ ആവേശം ഉണ്ടാവില്ല. വയറിളകി അളം മുട്ടുമ്പോ ബാധ ഒഴിയും. ഗുരുവായൂരപ്പാ, അന്നദാന പ്രഭുവേ, ഭക്ഷണം പൊട്ടിക്കല്ലേ. അവസാനത്തെ ചിരിയ വേഗം തേക്കാൻ പറയട്ടെ. ഇത് വെപ്പുമല്ലായിരുന്നോ? നാവുദോഷം കൊണ്ട് ചെറുപ്പത്തിലേ അതാരോ പറിച്ചു. കുടലിന് പകരം പല്ലാണല്ലോ പുറത്തു വന്നത്. കീറിയത് നമ്മളുടെ അപ്പോസ്ട്രി. പഴവർഗ്ഗങ്ങൾ കൂടി കഴിച്ചോളൂ. മതി. ആഹാ.
സി അടഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇന്ധനം നിറച്ചത് കണ്ടില്ലേ? ഓ, പഴയ ബെഡ്ഫോർഡാ. ഓടി ദ്രവിച്ചെങ്കിലും ഇഞ്ചും ഭയങ്കര കണ്ടീഷനാ. കുഴിച്ചോ, നീ കൈമണ്ണം പിടിച്ച് തിന്നു. തിന്നുന്നു. കഴിച്ചത് അധികമായെങ്കിൽ അണ്ണാക്കിൽ 2 വിരലിട്ട് ഛർദിച്ചൂടെ? 2 വിരലിടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 ഇഡ്ഡലി കൂടി കഴിച്ചേന്. ഇയാളെന്താ തുപ്പി തോപ്പിക്ക? അടുപ്പിൽ വെച്ച മണ്ണെണ്ണ ഒഴിക്കാണ്ട് കത്തും. കണ്ടില്ലേ പുരാവത്തിന്റെ ഒരു വേഷം കെട്ടും. എന്തിനാ ഓക്കാനിക്കണേ? ഗർഭമുണ്ടോ? എത്ര മാസായി? ശരീരം അനങ്ങരുത് കേട്ടോ. എന്താ കൈമളേത്? അച്ഛന്റെ പ്രായില്ലേ? ഞാൻ കാലത്തൊന്നിങ്ങനെ കണ്ണടച്ച് തൊഴുതാ ശാസിച്ചും സ്നേഹിച്ചും എന്റെ മുന്നിലുള്ളത് പോലെ തോന്നും. സത്യം പറഞ്ഞ അതൊരു ഐശ്വര്യ. ഒരല്ലലും ഇല്ലാത്ത ഒരു ജന്മം അങ്ങിവന് കൊടുത്തു. ഒരു മുട്ടുമില്ലാതെ കഴിയാനുള്ള സമ്പാദിച്ചും കൊടുത്തു. പക്ഷെ എന്താ കാര്യം? പലതിനോട് പരദൂഷണം പറഞ്ഞോണ്ടല്ലോ. കൊല്ലാ ലൈസൻസ് ഉള്ളവനാ ഞാൻ, അറിയാലോ. ഈ സന്തതിയുടെ കാര്യത്തിൽ എന്നെ പോലെ തന്നെ അച്ഛന്റെ ആത്മാവും വേദനിക്കുന്നുണ്ടാവും. 2 ആൾക്കും തുല്യ അവകാശം എഴുതി വെച്ചിട്ടാ അദ്ദേഹം മരിച്ചത്. മൈനർ ഇപ്പൊ മേജറായി. ജോയിന്റ് അക്കൗണ്ട് ഒപ്പിടാൻ മാത്രം. കുറച്ചുകൂടി ബുദ്ധി അവന് കൊടുക്കായിരുന്നില്ലേ? കൈമളെ, അതിനിപ്പോ ഇവിടെ എന്താണ്ടായത്? എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഉണ്ട്. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നു, ഉരുണ്ട് നടക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. അത് മാത്രം മതിയോ? എന്താ പോരെ? ഇതാ പറഞ്ഞത്, മൈൻ പൊട്ടിച്ചാലും നിന്റെ മണ്ടേ കയറില്ലെന്ന്. നീ എന്ന് മൈനർ തന്നെയാ. ചേട്ടൻ വന്നു. ബാങ്കിലേക്കൊന്ന് പോണം. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നാളെ ഫൈനാ. അടയ്ക്കാം. കാൽക്കുലേറ്റർ. താനെന്താ ഇവിടെ? പാടത്ത് പണിക്കാരില്ലേ? അത് ഈ വല്യച്ഛന്റെ ഓരോരോ. മണൽ വണ്ടി വന്നോടാ? ഇല്ലെന്നാ തോന്നണേ. ആ മേസിലൂടെ ഒന്ന് അന്വേഷിക്കേ. മതം ഇളകുന്നത് നോക്കി അവന്റെ പുറകെ നടന്നോ, വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ. ആ സുധാകരമെന്നാ. താനാ ക്ലയാടി പോയി മണലോറി വന്നോ നോക്കി. വല്യച്ഛന്റെ മുമ്പിൽ കുതിര, വല്യേട്ടന്റെ മുമ്പിൽ കഴുത. ഇത് രണ്ടും ചേർന്ന കോവർ കഴുതയുടെ കടിഞ്ഞാൻ പിടിക്കാനാണ് എന്റെ യോഗം. എങ്ങോട്ടാ? ഞാൻ ഇങ്ങോട്ടാ. ശരി. വലിയേട്ടൻ ചോദിക്കണതിലും കാര്യമുണ്ട്. എപ്പോഴും എന്തിനാ എന്റെ പുറകെ കിടക്കണേ? എനിക്ക് 100 വട്ടം ജോലിയുള്ളതാ. അത് ചക്കിന് കെട്ടിയ കാളയാണെന്ന് കരുതി എല്ലാരും കൂടെ തെളിച്ചാലുണ്ടല്ലോ. ആരാ? കൈമൺ. ക്ലൈമളോ? വീണ്ടും വിളഞ്ഞു. കുഞ്ഞു. അല്ല കൈമളെ, എനിക്കൊരു സംശയം. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ബാങ്കിൽ പോണോ, ബാങ്കിൽ പോയിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോണോ? ആദ്യം ഊളം പറക്കി പോകാം, പിന്നെ കുതിരവട്ടത്തേക്ക്, എന്നിട്ട് നീ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാം. ഒരു ഉന്മാദക്കാരൻ. ഇവനൊക്കെ ഷോക്കാ കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വല്യച്ഛൻ എന്തോന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? ഇപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് സുധാകരനല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഇഞ്ചി ഉണങ്ങി ചുക്കായാലും അതിനൊരു വിലയുണ്ടല്ലോ. നാഷണൽ ഹൈവേ വരണമെന്ന് അറിഞ്ഞപ്പോഴല്ലേ വടക്കേ പറമ്പിന് ഇതുവരെ ഇല്ലാത്ത അവകാശങ്ങൾ അത്രയും ഉണ്ടായത്. കാര്യസ്ഥ മിളവും മേനി നോക്കിയാൽ മതി, കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. അല്ലെങ്കിലും തിരുവമ്പാട്ടെ കാരണവരുടെ സ്ഥാനമാണല്ലോ ഇപ്പൊ കാര്യസ്ഥന്. സ്ഥാനവും മാനവും ഒന്നും കൽപ്പിച്ചു തരണമെന്നില്ല. രക്തവും ബന്ധവും മറന്ന് തമ്മിൽ തല്ലി ചാവരുതെന്ന് അപേക്ഷയെ കൈമളിലുള്ളൂ. എന്താ കൈമള് പറഞ്ഞ നേരല്ലേ? കണ്ട മാപ്പിളാരോട് വിലയും പറഞ്ഞ് വാക്കുറപ്പിച്ചിട്ടില്ലേ എല്ലാവരും വന്നേക്കണേ? സാവിനെ കാണുമ്പോ ഇനി കവാസ പറഞ്ഞുണ്ടല്ലോ. ഓഹോ, സൈന്യങ്ങളെയും കൊണ്ട് പടക്കുറിപ്പ് എത്തിയല്ലേ? എന്താ എല്ലാവർക്കും വേണ്ടത്? വടക്കേ പറമ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം. എന്ത് തീരുമാനം? അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. നിങ്ങൾക്കുള്ളതൊക്കെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കണക്ക് പറയുകയാണെങ്കിൽ ഒസ്യത്തിലില്ലാത്ത ഒരു കൂട്ടം ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. അറിയോ നിനക്കത്?
അച്ഛൻ ചെയ്യേണ്ട കടമ ഏട്ടൻ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. മാത്രമല്ല അച്ഛൻ സമ്പാദിച്ചതിനാണല്ലോ ചെലവാക്കിയതും. എടി സുഭദ്രേ, സൗദാമിനി, ആരോടാ സംസാരിക്കുന്നറിയോ? കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾക്കൊന്ന് മുഖത്തോക്കി സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് സംസാരിക്കണം അല്ലേടാ? അടിച്ചു നിന്റെ കരണം ഞാൻ പൊളിക്കും. പത്തിയെടുക്കാൻ വന്നിരിക്കുന്നു ഞാനൂലുകൾ. കാര്യം പറയുമ്പോ കയ്യൂക്ക് കാണിച്ചിട്ട് കാര്യമില്ല. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ നിയമത്തിന് വഴി നോക്ക് നിങ്ങൾ. നിയമം വകുപ്പും പറഞ്ഞ് എന്നെ വരട്ടണ്ട. ഞാൻ കാണാത്ത കേസുമില്ല, കോടതിയില്ല. സംഘടിച്ച് നേടാങ്കി നേടിക്കോ. ഏത് കോടതി കയറാനും ഞാൻ തയ്യാറാ. വാശിയെടുത്താ കഴിയുമ്പോഴേ എല്ലാവരും പോയത്. ആ കോടതിയും കൂട്ടായി തന്നെ എല്ലാം കൂടി തീരട്ടെ. കാര്യസ്ഥന്റെ വേഷം കഴിഞ്ഞു എന്ന് വെച്ചാ ഞാനങ്ങ് പോയേക്കാം. എന്താടോ നീയും ഇങ്ങനെ? കേട്ടില്ലേ, കാര്യസ്ഥൻ കുടുംബകാര്യം സംസാരിക്കേണ്ട. ജീവിതത്തിലെ നല്ലൊരു പങ്ക് ഈ തറവാടിന് വേണ്ടി തൊലച്ചോനാ ഞാൻ. യാചിക്കാത്ത യാചകന്റെ മുമ്പിൽ രാജാവ് ഉറയ്ക്കും. ഈ തറവാട്ടിൽ ഒരാളെ ഞാൻ പേടിക്കുന്നുള്ളൂ, നിന്നെ. ഒന്നും നേടാത്ത നിന്നെ. എനിക്കൊന്നും വേണ്ട, ഒരപേക്ഷയുണ്ട്. എന്താണോ? വെട്ടിപ്പിടിക്കാനെത്തിയ അവകാശികൾക്കിടയിൽ ആരും അന്വേഷിക്കാത്ത ഒരുവനുണ്ട്, നമ്മുടെ കുഞ്ഞു. ഈ ബഹളത്തിനിടയിൽ നമ്മൾ കൂടി അവനെ മറന്നാൽ ഒക്കെ മനസ്സിലുണ്ടോ? എന്താ ചെയ്യാ? ഒരു കല്യാണം കഴിപ്പിച്ച് കാര്യപ്രാപ്തി ഉണ്ടാക്കാന്ന് കരുതി നിലയും വിലയും മറന്ന് പലരോടും ചോദിച്ചു. തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് പെണ്ണിലെ തരില്ലാന്ന് പറഞ്ഞ തട്ടിപ്പറിക്കാൻ പറ്റുമോ? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണം. ആലോചിച്ചിട്ട് ഇനി ഒരു ആശ്രയം കാണും. കൊടപ്പറന്നോനായി എനിക്ക് നീയല്ലേ ഉള്ളൂ. എന്റെ വിഷമം ഞാൻ പിന്നെ ആരോടാ പറയാ? നല്ല നല്ല ബന്ധങ്ങള് ഒരുപാട് ഇങ്ങോട്ട് വന്നതാ. എന്താ ചെയ്യാ? നാട്ടുകാരും ബന്ധുക്കാരും കരാർ ഏറ്റെടുത്തിരിക്കില്ലേ മുടക്കാൻ. 3-4 കൊല്ലം മുമ്പ് അവനെന്തോ വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ശിക്ഷ എപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുക. പെറ്റ വയറല്ലേ, എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരസുഖമില്ല, എനിക്കറിയാം. അമ്മായി ആ പോയി വരട്ടെ. ശരി മോളെ. വലിച്ച വരട്ടെ. നിന്റെ പഠിത്തം ഇനിയും തീർന്നില്ലേ മോളെ? വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി കമ്പ്യൂട്ടർ ക്ലാസ് ചേർത്തിരിക്കുക. ഓ കൊള്ളാം. എന്നാ നമ്മൾ പോയി വരും. ഒരു പക്ഷത്ത് സ്വന്തം മകള്, മറുപക്ഷത്ത് സ്വന്തം അനന്തരവൻ. ഒരു മറുപടിയിലൂടെ ആരുടെ ഭാവി കാക്കും അല്ലേ? എനിക്കറിയാൻ തന്റെ മാനസികാവസ്ഥ. കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. പക്ഷേ വേണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. സ്വന്തക്കാരാണെന്ന് വിചാരിച്ച് സഹതാപം കൊണ്ടോ ഔദാര്യം കൊണ്ടോ എടുക്കേണ്ട തീരുമാനമല്ലോ. ഇറങ്ങാണോ? ആ, പാടത്ത് പണിക്കാരുണ്ട്. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? പിന്നെ ആവാം. ഈ ഒരു കാര്യത്തില് അവജ്ഞ അവഗണന മാത്രമേ അവനുണ്ടായിട്ടുള്ളൂ. എല്ലാം അറിഞ്ഞ് ദാനായിട്ടൊരു പെണ്ണിനെ കൊടുത്ത രാജകുമാരിയെ പോലെ അവൻ നോക്കും, എനിക്കുറപ്പുണ്ട്. ലഗ്നസ്ഥേ ദിഷണേ ദിവാകരസുതോ ഭൗമോഥവാ ദ്യൂനകേ മന്ദേ ലഗ്നഗതേ മതാത്മജതപ സംസ്ഥോ മഹീനന്ദന. ലഗ്നത്തിന് നീജസ്സനായ ചൊവ്വയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ടാണ് വിഭ്രാന്തിയുടെ ലക്ഷണം കാണിച്ചതേ. പക്ഷെ ജാതകവശാലിനി ഒന്നും ഭയപ്പെടാനില്ല. കുട്ടികളുടെ പൊരുത്തം കൂടി ഒന്ന് അറിഞ്ഞാൽ. 8 പൊരുത്തോണ്ടേ 10 ലെറ്റർ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യാണ്. ആ, അപൂർവമായി കിട്ടുന്നത് ആ മഹേന്ദ്ര പൊരുത്തം, അതുകൊണ്ട്. പക്ഷെ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ എന്നെ. എന്താ പണിക്കരെ? കുടുംബപരമായി ദുരിതങ്ങൾ കാണുന്നു. അതിന്റെ ലക്ഷണമാണ് തറവാട്ടിലെ ഇളയ സന്തതിയിൽ ഉന്മാദമായി കാണിച്ചത്. എന്റെ ദേവരെ, എന്താ പണിക്കരെ അതിനൊരു പ്രതിവിധി? നോക്കാം. തറവാട്ടിലൊരു മംഗളകർമ്മം നടക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്നൊരു പ്രായശ്ചിത്തം ചെയ്യണം. ഒരു അകനാൾ കർമ്മം തന്നെ ആയിക്കോട്ടെ. ഓ തമ്പുരാനെ, തമ്പുരാനെ,
അല്ല ഇതാരെ ചാത്തുട്ടി മലയനോ? വരിക വരിക കേറി വരിക. വേണ്ട, അടി എവിടെ നിന്നോളാം. പണ്ട് കർക്കിടകത്തിന് വേടക്കോലം കെട്ടി വന്നതും ചിങ്ങത്തിൽ ആടിക്കോലം കെട്ടി വന്നതും ഒക്കെ ഒരു മിന്നല് പോലെ തെളിയാ എന്റെ മനസ്സിൽ. ഒന്നും പറഞ്ഞിട്ടില്ല. കൈ നിറയെ ദക്ഷിണ ഈ തറവാട്ട് മുറ്റത്തുനിന്ന് ചാത്തുട്ടി ഒരുപാട് വാങ്ങിച്ചിട്ടുള്ളതാ. ഇപ്പൊ ഒന്നും വയ്യ അമ്പരാര്. 100 കൂട്ട അസുഖങ്ങളാ. പിന്നെ സമുദായക്കാരെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി. ഇപ്പൊ കൊലത്തൊഴിൽ ചെയ്യാൻ പോലും ഇവിടെ ആൾക്കാരും ഇല്ല. കലികാലം എന്നല്ലാണ്ട് എന്താ പറയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ കൈമള് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആഫീസ് വിട്ട് വൈകുന്നേരത്തോടെ എല്ലാവരും ഇവിടെ എത്തും. അതിന്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാ ചെയ്തോളൂ. ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാർത്ത് എഴുതുന്നതും കോലം കെട്ടണതും എന്റെ മോനാ കുഞ്ഞാണ്ടി. മഞ്ഞപ്പൊടി, അരിപ്പൊടി, മലർപ്പൊടി, കളഭം, കദളിപ്പഴം, കൊട്ടത്തേങ്ങ, മുന്തിരിങ്ങ, നാരങ്ങ, അഷ്ടഗന്ധം, ഭൂതാഷ്ടഗന്ധം, ദുർഗാഷ്ടഗന്ധം, ശക്തിയാഷ്ടഗന്ധം, താമ്പുലാഷ്ടഗന്ധം, അങ്ങനെ മൊത്തം 48 കൂട്ട. ഇത് മൃഗാശുപത്രി അല്ല, ധർമാശുപത്രി കൊണ്ടേ കൊടുക്ക. ധർമാശുപത്രി അവിടെ ഇപ്പൊ ഇതാണോ കച്ചവടം? സീപ്പർ കാളി എന്റെ അമ്മയാ. ചാർത്തും കാശ് അവിടെ ഏൽപ്പിക്കണം. ചാർത്ത് മകൻ ചീട്ടമ്മ, കലവും കഞ്ഞിക്കലവും. മാമൻ മാന്തിയത് എനിക്ക് മനസ്സിലായി. ഇതിന്ന് കമ്മീഷൻ അടിച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് കഴിയാൻ. അറിയോ? അറിയാം. ഓഫീസിലെ പിയൂണ് മാത്രമല്ല തൂണ് വരെ നല്ല വരുമാനമാ. അതിബുദ്ധി വിഭൂതി. ആട്ടെ, ഇതിൽ ആർക്കാ അസുഖം? ഇദ്ദേഹത്തിന് തലയ്ക്ക് ചെറിയ വേണ്ട, പൊടീന്റെ മുമ്പിൽ മായം പറയണ്ട. ഇപ്പൊ പോയിക്കോളൂ. തുടക്കം ഇതുപോലെ ചിരി തന്നെ ആയിരുന്നു അല്ലേ? ചേട്ടാ ഇനി വരണ്ട. അല്ല പൂജയ്ക്ക് കല്യാണം കഴിഞ്ഞാലുടൻ ഓട്ടോ കമ്പനിയുടെ ഷെയർ കുഞ്ഞിന് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ എന്താ ചെയ്യാ? ഒന്ന് സ്വൈരം തരൂ തീയെ. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ഓ, എന്റെ മെക്കിട്ട് കയറാൻ അറിയാം. 3 പെമ്മക്കളാ. അത് ഓർത്താ മതി. ഓർക്കുമ്പോ ആദ്യം മനസ്സില് ഇതിപ്പോ സ്ഥിരമായിട്ട് കേൾക്കണ ഒരു പല്ലവിയാ. എന്റെ ഭാഗ്യലക്ഷ്മി, നീ ഒന്ന് അടങ്ങ്. ഒക്കെ നേരെയാവും. ആ ചായന്റെ കേസ് നമുക്ക് അനുകൂലാവുന്ന വക്കീൽ പറഞ്ഞത്. എനിക്കതല്ല, മേനി പറയാൻ ആകെ ഉള്ളത് ആ ഓട്ടോ കമ്പനിയാ. അതും കൂടി പങ്കുവെക്കാന്ന് വെച്ചാ ആ കുരുത്തോല അങ്ങോട്ട് കെട്ടുക. ഒക്കെ അവൻ അറിയുന്നതല്ലേ, എന്നിട്ടും എന്താ എത്ര വൈകാൻ? എന്റെ കൂടെ നിന്ന് കർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു തന്നപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇത് മുങ്ങാനാണെന്ന്. നീ മിണ്ടരുത്. എവിടെ പോയാലും ഒരു കണ്ണ് അവനോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും പറയാറ്. ഒന്നല്ല, രാവണനെ പോലെ 10 തലയിലും മൊത്തം 20 കണ്ണുണ്ടായാലും ഇവന്റെ കാര്യത്തിൽ രക്ഷയില്ല. വരുന്നുണ്ട്. പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. മനുഷ്യനെ തീയിലിട്ട് വേവിക്കാൻ എവിടെയായിരുന്നു നീ? ഒന്ന് ഫോൺ വിളിച്ച് പറയാറുന്നില്ലേ നിനക്ക്? ഓട്ടോമിനയിൽ കൂലി നടക്കുന്ന ദിവസം ഇവിടെ കർമ്മം നടക്കുന്ന അവരെ പട്ടിണിക്കണോ? അത് ശരിയാ. വഴക്കൊന്നും വേണ്ട, നീ ഒന്ന് പോയി കുളിച്ചു വന്നേ. മുറിയിൽ നടയുന്ന നിന്റെ വലിയേട്ടന്റെ പ്രതിഷേധം. ദേഷ്യം മുഴുവൻ വല്ലിച്ചനോടാ. ആ ത്രിലോകസുന്ദരി മോളിൽ തന്നെ ഉള്ളത്. വന്നു കയറിയപ്പോ ഒരു നോക്ക് കണ്ടു. ഞാൻ മിണ്ടാനും ചിരിക്കാനൊന്നും പോയില്ല. ആ, എല്ലാരും ഉണ്ടല്ലോ. എവിടെയായിരുന്നടാ നീ? എന്റെ ചേച്ചി 100 കൂട്ടം പണിയല്ലേ, ബിസി ബിസി. ആ, ഇതെന്താ കുഞ്ഞേച്ചിയുടെ മുഖത്ത് കടന്നല്ലോ ഊത്തിയോ? മുഖം ഇങ്ങനെ വീർത്തിരിക്കണു. സുഖമില്ലേ? ഓ, മതി മതി. ആങ്ങളമാരുടെ സ്നേഹവും സഹായവും കിട്ടിയെടുത്തോളം തന്നെ ധാരാളം. ആ വല്യേട്ടന്റെ കഷ്ണം തന്നെ അല്ലേടാ നീയും. ചേച്ചി, വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാതെ പണ്ട് ഓണത്തിനും വിഷുവിനും ഒന്നും അല്ലെ സ്നേഹത്തോടെ എല്ലാവരും നേരി കാണാനാ ഞാൻ ഈ കർമ്മത്തിന് സമ്മതിച്ചു തന്നെ. അപ്പൊ ഒരുമാതിരി മക്കളൊക്കെ അവിടെ എല്ലാരും മുകളിലുണ്ട്. ആ, എപ്പോ എപ്പോ വന്നു? കുറച്ചു നേരായി. കല്യാണ പെണ്ണായപ്പോ വെറും നാണം കുണിങ്ങായല്ലേ? നാണൊക്കെ മാറ്റിയെടുത്തോളാം. എന്റെ കയ്യിലേക്കൊന്ന് കിട്ടിക്കോട്ടെ.
പേടിച്ചു അല്ലേ? ഭയങ്കര വാലുകളാ, പക്ഷെ തുമ്മിയ പേടിക്കും. അല്ല, കൊരങ്ങന്മാരെല്ലാം കൂടി എന്തോപ്പിക്കാനുള്ള പരിപാടിയാ? എന്തു പറ്റിയടാ? കുഞ്ഞുമോന് ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ലണ്ടാ അത്ര ഇന്നെല്ലാരും വന്നത്. കുട്ടൂസാ പറഞ്ഞേ. മമ്മി പറഞ്ഞു ഭ്രാന്തളകിയാൽ കുഞ്ഞച്ചൻ മൂക്ക് കടിച്ചു പറിക്കുന്നു. ഊവോ. വെറുതെ പേടിപ്പിക്ക. കുഞ്ഞോ, വാന്റെ പടം ഇവിടെ നിൽക്ക്, ഞാനിപ്പോ റെഡിയായിട്ട് വരാം. വരിക, നിരൂപിച്ച കാര്യവും വീര്യവും സാധിച്ച് ഞാൻ ചൊല്ലും തോറ്റത്തെ കേട്ട് ഓരത്തെ കണ്ട് ഗുണദോഷത്തെ ഉരിയാടിച്ച് പിരിഞ്ഞുകൊള്ളുവാൻ പോന്നു വരിക വേണോ ഗുളികൻ ദൈവമേ. മൂന്നാം തൃക്കണ്ണിൻ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കയ്യുകളിൽ കാലൻ പിടയും വേലില്ലേ, മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കയ്യുകളിൽ കാലൻ പിടയും വേലില്ലേ, സങ്കടമെല്ലാം തീർക്കേണം ശങ്കര ഭഗവാനേ, ബാധകളെല്ലാം നീക്കേണം ഭൂതി വിഭൂഷണനെ, അണയൂ സാംബ സദാശിവനെ, അണയൂ സാംബ സദാശിവനെ, മൂന്നാം തൃക്കണ്ണിൽ മാരൻ മുടിയും തീയില്ലേ, നീട്ടിയ കയ്യുകളിൽ കാലൻ പിടയും വേലില്ലേ. അന്തകനകലേണം ഞങ്ങൾക്ക് അഭയം നൽകണം, കണ്ണീർ മാറ്റേണം ഞങ്ങൾക്ക് അന്നം നൽകണം, ഗണനായകനും ഗിരിജാദേവി
നൽകാമേ മാറിൽ ചൂടാനായി തലയോട്ടികൾ നൽകാമേ ഭൂതഗണങ്ങളിൽ മുമ്പൻ ഗുളികനുമായണയൂ സങ്കട സംഹര ശങ്കര ഭഗവാനേ സങ്കട സംഹര ശങ്കര ഭഗവാനേ 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 ഉം.